പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന വലിയ നോമ്പിൻ്റെ 3 തൂണുകളാണ്. വലിയ നോമ്പിൻ്റെ 20ാം ദിവസമായി ഇന്ന് ഒരു സുപ്രധാന ഘട്ടത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത്. നമ്മുടെ നോമ്പുകാലത്തെ ആത്മീയ യാത്ര ഇപ്പോൾ പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു. ഈ വേളയിൽ തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലായ ക്ഷമയെക്കുറിച്ചാണ്. മറ്റുള്ളവരോട് എത്രത്തോളം ക്ഷമിക്കണം എന്ന ചോദ്യത്തിന് കർത്താവായ യേശു നൽകുന്ന മറുപടി 70 വട്ടം എന്നുള്ളതാണ്. ഇത് അളവില്ലാത്ത ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും അടയാളമാണ്. നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ പിഴകൾ ക്ഷമിക്കാൻ നമുക്കും കടമയുണ്ട്. നോമ്പുകാലം കേവലം ഭക്ഷണ വർജനമല്ല, മറിച്ച് ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാനുള്ള സമയമാണ്. വിദ്വേഷവും പകയും മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഉപവാസം അർത്ഥശൂന്യമാണ് എന്ന് തിരിച്ചറിയാം. ഈ നോമ്പുകാല യാത്രയിൽ നമ്മെ നയിക്കുന്ന വഴികാട്ടിയായി മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 35-ലെ വചനം മാറട്ടെ. സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇപ്രകാരം തന്നെ ചെയ്യും. ഈ തിരുവചനം നമ്മുടെ ആത്മീയ യാത്രയെ മുന്നോട്ട് നയിക്കട്ടെ. പകുതി ദൂരം പിന്നിട്ട ഈ യാത്രയിൽ പൂർണ്ണമായ പരിവർത്തനത്തിന് ഇത് നമ്മെ സഹായിക്കും. ഈ വചനം നമുക്കൊരു ഗൈഡിങ് സ്റ്റാറായി തീർച്ചയായിട്ടും സഹായിക്കും. ക്രിസ്തു കുരിശിലിരുന്ന് കുരിശിൽ കടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച വലിയ മാതൃക നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. ക്ഷമിക്കുന്നത് വഴി നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് നാം തെളിയിക്കുകയാണ്. കർത്തൃ സാക്ഷികളായി ജീവിക്കുകയാണ്. ക്രോധത്തെ സ്നേഹം കൊണ്ട് ജയിക്കാൻ ഈ നോമ്പുകാലം നമ്മെ പരിശീലിപ്പിക്കട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ടായ വീഴ്ചകളെ തിരുത്താൻ ഇനിയും സമയമുണ്ട്. ബാക്കിയുള്ള ദിനങ്ങൾ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഈ 20ാം ദിവസം ഒരു പുതിയ തുടക്കമാകട്ടെ. ഹൃദയത്തിലെ കയ്പുകൾ മാറ്റി സമാധാനത്തിൻ്റെ വക്താക്കളാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമുക്ക് നൽകിയ കരുണ മറ്റുള്ളവരിലേക്ക് പകരാൻ നാം ഓരോരുത്തരും, നിങ്ങളും ഞാനും കടപ്പെട്ടവരാണ്. ക്ഷമയിലൂടെ മാത്രമേ നമുക്ക് ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിക്കൂ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.